ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ ഒരു മിനി ഡ്രിൽ മെഷീൻ ഉണ്ടാക്കിയെടുത്താണ് കണ്ട. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടത് ഇതുപോലത്തെ ഒരു 12 വോൾട്ടിൻ്റെ മോട്ടറാണ് കേട്ടോ നമുക്ക് ആദ്യം എടുക്കാൻ. അതായത് നമ്മളൊരു കാർഡ്ബോർഡിൻ്റെ ഷീറ്റായിട്ടത് ആ പെട്ടിയിൽ നിന്ന് നമ്മൾ എടുത്തതായിട്ടത്. ആ നമ്മൾ ഈ മോട്ടറിൻ്റെ ഇവിടെ ഇത് ഇങ്ങനെ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. ആ മോട്ടറിൻ്റെ സൈസിലൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇതിങ്ങനെ വേണ്ട, അതിൻ്റെ മോട്ടർ ഇട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കുക. ഇങ്ങനെ ഒട്ടിച്ച് സെറ്റാക്കി എടുക്കുക. കൃത്യ റൗണ്ട് ഷേപ്പിൽ അങ്ങനെ ആക്കിയെടുക്കുക. അതിൻ്റെ നമ്മൾ ഇവിടെ ഇട്ട് ഇങ്ങനെ ഒന്ന് ഒരു ഹോൾ ഇടുക. ഇതിങ്ങനെ ഇട്ടുകൊണ്ട് നമ്മുടെ മോട്ടറിൻ്റെ അടിയിലുള്ള ഹോളിൽ അതിൻ്റെ സൈസിലായിട്ട് എടുത്താണ്. അത് കഴിഞ്ഞിട്ട് സ്വിച്ച് എടുക്കുക. പിന്നെ 2 വയർ സ്വിച്ചിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. ആ പൈപ്പിൽ നമ്മൾ ഇവിടെ ഈ സ്വിച്ച് കയറാൻ പറ്റുന്ന ഒരു ഹോൾ ഇട്ടുണ്ട് കണ്ടോ. ആ ഹോളിലേക്ക് നമ്മൾ ഒരു വയർ എടുത്ത് നേരെ മുകളിലോട്ടും ഒരു വയർ എടുത്ത് നേരെ താഴത്തോട്ടായിട്ട് എടുക്കുക. വേണ്ട, ഇങ്ങനെയാണ് എടുക്കുക. ഇപ്പം ഇങ്ങനെ എടുത്താൽ കേട്ടോ. അതിൻ്റെ ആ സ്വിച്ച് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ഇരുന്നോളൂ കേട്ടോ. അതുകഴിഞ്ഞിട്ട് വേറൊരു വയറെടുക്കുക, ഒരു നീളമുള്ളത്. അതെടുത്തിട്ട് നമ്മൾ ഈ പൈപ്പിൻ്റെ മുകളിൽ കൂടെ എടുത്തിട്ട് അടി കൂടെ എടുക്കുക. അപ്പോൾ 2 വയർ താഴെ 2 വയർ മുകളിലായിട്ട് ഇങ്ങനെ വരും കേട്ടോ. അതുകഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു പൈപ്പ് എടുക്കുക. അത് ഈ പൈപ്പിലേക്ക് കയറാൻ മാത്രമുള്ള പൈപ്പായിരിക്കണം കേട്ടോ. ഞാൻ ഈ ഭാഗത്തൊന്നും ഇങ്ങനെ കയറണം, അതിനുവേണ്ടി ഇങ്ങനെ എടുത്താണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മോട്ടറിലേക്ക് ഈ മുകളിലേക്ക് 2 വയറൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അത് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കാർഡ്ബോർഡിൻ്റെ ആ പേപ്പറിൻ്റെ ഉണ്ടാക്കിയ സംഭവമില്ലേ, ആ എടുത്തിട്ട് നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ടൊന്ന് കയറ്റി കൊടുക്കാം. നമ്മുടെ ആ മോട്ടറിൻ്റെ ഹോളും ഈ ഇതിനകത്തിട്ടാണ് ഹോളും കറക്റ്റ് ഇതിനകത്ത് തന്നെ കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് കയറ്റി കൊടുക്കുക. ഞാൻ ഇപ്പോൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. കറക്റ്റ് ഇവിടെ തന്നെ ഉണ്ടോ, ഇങ്ങനെ എടുക്കണം കേട്ടോ. അതായത് നമ്മൾ നേരെ ഇതെടുത്ത് ഇതിനകത്തേക്ക് ഇതിങ്ങനെ ഒന്ന് കയറ്റി കൊടുക്കാം. അപ്പോൾ നല്ല ടൈറ്റിൽ അവിടെ ഇരുന്നോളൂ കേട്ടോ. അതുകൊണ്ട് 2 ബാറ്ററിയുടെ ഹോൾഡർ എടുത്തിട്ടുണ്ടല്ലോ, നമ്മുടെ ലിഥിയം ബാറ്ററിയുടെ. അതുകൊണ്ട് ഒരു PVC ഷീറ്റ് എടുക്കുക. അങ്ങനെ ആ PVC ഷീറ്റ് നടക്കുന്ന രീതിയിൽ മറ്റേ ഹോൾഡർ അപ്പുറത്ത് ഇപ്പുറത്ത് ഇതിങ്ങനെ ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കുക. വേണ്ട, ഇങ്ങനെ ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കുക. ആ PVC ഷീറ്റ് കുറച്ച് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഒട്ടിക്കാൻ. ഇതിങ്ങനെ വേണ്ട, ഇങ്ങനെയാണ് ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ അത് ഒട്ടിച്ചെടുത്താണ് കേട്ടോ കണ്ട. നമ്മുടെ ആ ഹോൾഡറിൽ വെച്ചാണ് പൈപ്പില്ല, ആ പൈപ്പ് നമ്മൾ ഇങ്ങനെയാണ് കയറ്റാം. അപ്പോൾ ഇങ്ങനെ ഇരുന്നോളൂ കേട്ടോ, നല്ല ടൈറ്റിൽ. ഇങ്ങനെയായിട്ട് നമ്മളിത് ചെയ്തിട്ടാണ്. എന്നിട്ട് നമ്മൾ ഈ ഹോൾഡറിൻ്റെ വയറും ആ മോട്ടറിൻ്റെ വയറും ഒന്ന് കണക്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെടുത്ത് ഇതിങ്ങനെ കയറ്റി കൊടുക്കുക. വേണ്ട, ഇങ്ങനെയാണ് കയറ്റി കൊടുക്കുക. ആ വയറൊക്കെ ഒന്ന് ഉള്ളിലേക്ക് ആക്കിയിട്ടൊന്ന് കയറ്റി കൊടുക്കുക. വേണ്ട, അപ്പോൾ നമുക്ക് ഊരാനും എളുപ്പട്ടോ അത്. അതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ചക്ക് എടുത്താണ് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 200 രൂപ റേഞ്ച് വരും കേട്ടോ. നമ്മൾ ആമസോണിൽ നിന്നാണ് വെച്ചാണ് ഈ ചക്കട്ട് ഇതിന് ഉപയോഗിക്കണേ. ഈ ചക്കെടുത്ത് നമ്മൾ മോട്ടറിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ എല്ലെങ്കിൽ ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ അതെടുത്തിട്ട് നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഈ ചക്കിൻ്റെ മോൾ ഭാഗം ഇങ്ങനെ ഊരാ. അതുകൊണ്ട് നമുക്ക് ബിറ്റിൻ്റെ സൈസിനനുസരിച്ചുള്ള ഈ സംഭവങ്ങളുണ്ട് കേട്ടോ. അതിട്ടിട്ട് നമ്മൾ ഈ സാധനം തിരിച്ചേറ്റാം. വേണ്ട, ഇപ്പോൾ അത് സെറ്റാക്കി എടുത്താണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 4 ലിഥിയം ബാറ്ററി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ 2000 mAh ബാറ്ററി കേട്ടോ. ആ ഓരോ ബാറ്ററി നമ്മൾ ഓരോ ഹോൾഡറിലേക്കാണ് ഇട്ട് കൊടുക്കുക. വേണ്ട, ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുക. ഇപ്പം 4 ഇട്ടുണ്ട് കേട്ടോ. അതെൻ്റെ സ്വിച്ച് ഓൺ ആകുമ്പോൾ അത് വർക്ക് കാണാൻ പറ്റും കേട്ടോ. ഞാൻ സംഭവം അടിയിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ.
അതുകൊണ്ട് ഇതിൻ്റെ മോൾ ഭാഗം ഒന്ന് ലൂസാക്കിയിട്ട് നമ്മൾ ഒരു ബിറ്റ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2.5 ബിറ്റാട്ടാ. ആ ബിറ്റ് എടുത്ത് നമ്മളൊന്ന് ടൈറ്റ് ചെയ്തെടുക്കുക. ആ മുകളിൽ സാധനം പിടിച്ച് തിരിച്ചായിട്ടാ നല്ല ടൈറ്റ് ആയിക്കോളും. അപ്പോൾ നമ്മുടെ സംഭവത്തിൻ്റെ പുറകെ ഇത്രയുള്ളൂ കേട്ടോ. വണ്ടി സ്വിച്ച് ഒന്ന് ഓണാക്കുക. അപ്പോൾ സംഭവം അടിയിലായിട്ട് ഇങ്ങനെ കറങ്ങും. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു PVC-യുടെ ഷീറ്റിലായിട്ടാണ് നമ്മൾ തുളയ്ക്കണേ. കണ്ട, അപ്പോൾ അത്യാവശ്യം കട്ടിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തുളയ്ക്കാൻ പറ്റും എളുപ്പത്തിൽ. നമുക്ക് ഈ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യണവർക്ക് ഉപകാരമുള്ള ഈ സാധനം. വേണ്ട സംഭവം ഇടയിലിട്ട് തുളയുണ്ട് കേട്ടോ. നമുക്ക് ഈ തുളയ്ക്കാൻ മാത്രമല്ല ഇതിൻ്റെ ഇതൊന്നും ഊരാ, ഈ ബിറ്റൊന്ന് ഊരിടുക. ഇതുപോലത്തെ ഒരു കട്ടിംഗ് ബ്ലേഡ് നമുക്ക് ഇങ്ങനെ വാങ്ങിടും കേട്ടോ. അതെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇടാം. എന്നിട്ടൊന്ന് ടൈറ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ അത് ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം കട്ടിയുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ PVC-യുടെ ഷീറ്റാനായിട്ട് കട്ട് ചെയ്യണം. ഇതിപ്പോൾ അത്യാവശ്യം കട്ടിയുള്ള ഷീറ്റാട്ടത്. സംഭവം ഇടയിലിട്ട് കട്ടാവുന്നുണ്ട്. അത് തെന്നിപ്പോണത് നമ്മളിങ്ങനെ കൈ പിടിച്ച് ചെയ്യണ കാരണമായിട്ടാണ് തെന്നിപ്പോണത്. ണ്ട സംഭവം ഇടയിലിട്ട് കട്ടാവുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഈ ബാറ്ററി ഊരി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന സംഭവം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സാധനം ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് അടുത്തൊരു കാണാം.